PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 17/2025. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക. ഉത്തരം ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. അത് ശരിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ്. അതും ശരിയാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ്. അതും ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്തി സുബ്ബ. ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. നാലാമത്തെ ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ആറാമത്തെ ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കോഴിക്കോട്. ഏഴാമത്തെ ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. എട്ടാമത്തെ ചോദ്യം, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങൾ തിരിച്ചറിയുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകൾ ആണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഗണതന്ത്ര മണ്ഡപം. പത്താമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 11ാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നവംബർ മധ്യം. 13ാമത്തെ ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്?
കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മുംബൈ. 14ാമത് ചോദ്യം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് റഷ്യയുടെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. 15ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 16ാമത് ചോദ്യം. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഉത്തരം ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 17ാമത് ചോദ്യം. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. 18ാമത് ചോദ്യം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി പറവൂർ. 19ാമത് ചോദ്യം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. 20ാമത് ചോദ്യം. സാമൂഹിക പരിഷ്കർത്താക്കളെയും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, അത് ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, അതും ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം, അത് തെറ്റാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് രൂപം നൽകിയത്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അതും ശരിയാണ്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 21ാമത് ചോദ്യം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആനി ബസന്റ്. 22ാമത് ചോദ്യം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. 23ാമത് ചോദ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. 24ാമത് ചോദ്യം. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 25ാമത് ചോദ്യം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ് ടാഗോർ.
26-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950-ൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏത്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950-ൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ഉത്തരം ഓപ്ഷൻ എ, നീതി ആയോഗ്. 27-ാമത് ചോദ്യം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ദാദാബായ് നവറോജി. 28-ാമത് ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ്. 29-ാമത് ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഫസൽ അലി. 30-ാമത് ചോദ്യം, ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 1936. 31-ാമത് ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 32-ാമത് ചോദ്യം, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീലങ്ക. 33-ാമത് ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ബാസപ്പ ദാനപ്പ ജട്ടി. 34-ാമത് ചോദ്യം, അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അനുച്ഛേദം 51(4). 35-ാമത് ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത എന്നിവയെക്കുറിച്ച് പരാമർശിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 97. 36-ാമത് ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. അതാണ് തെറ്റായിട്ടുള്ളത്. 37-ാമത് ചോദ്യം, വിവരാവകാശ കമ്മീഷന്റെ ഘടന. ഉത്തരം ഓപ്ഷൻ സി ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38-ാമത് ചോദ്യം, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീ വി ഹരിനായർ. 39-ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, NH 66, മുംബൈ ടു ഗോവ.
40-ാമത്തെ ചോദ്യം സാമൂഹിക ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അനുച്ഛേദം 39(b). 41-ാമത്തെ ചോദ്യം കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആലപ്പുഴ. 42-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, പള്ളിവാസൽ. 43-ാമത്തെ ചോദ്യം ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 34. 44-ാമത്തെ ചോദ്യം പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, വയനാട്. 45-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മഞ്ചേശ്വരം പുഴ. 46-ാമത്തെ ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ ബി, സി ബാലകൃഷ്ണൻ. 47-ാമത്തെ ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത്? കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പാലക്കാട്. 48-ാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ആനമുടി. 49-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കല്ലട. 50-ാമത്തെ ചോദ്യം തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, വേമ്പനാട്ട് കായൽ. 51-ാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. 52-ാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗിഫോർഡ്. 53-ാമത്തെ ചോദ്യം വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ്? വാഗൻ ട്രാജഡി നടന്ന വർഷം ഏത്? ഉത്തരം വരുന്നത് 1921 നവംബർ 10-നാണ് വാഗൻ ട്രാജഡി നടന്നത്. ആൻസർ ഇതിൽ ഇല്ല. 54-ാമത്തെ ചോദ്യം പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26-ന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26-ന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, വി ടി ഭട്ടതിരിപ്പാട്. 55-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹം. 56-ാമത്തെ ചോദ്യം എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920-ൽ മഞ്ചേരിയിൽ നടന്നത്? എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920-ൽ മഞ്ചേരിയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, 5-ാമത്തെ. 57-ാമത്തെ ചോദ്യം താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. 1863-ലാണ് രണ്ടുപേരും ജനിച്ചത്. ഡോക്ടർ പൽപ്പു 1863 നവംബർ 2-നാണ് ജനിച്ചത്. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28-നാണ്. 58-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കയ്യൂർ സമരം.
59-ാമത് ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ. 60-ാമത് ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 61-ാമത് ചോദ്യം, അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ച് ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. 62-ാമത് ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ. അതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ റേ. അത് തെറ്റാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അടുത്തത്, സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിൽ. അത് തെറ്റാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ചരകൻ. അതും തെറ്റാണ്. കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 63-ാമത് ചോദ്യം, അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ സി പെരിയോസ്റ്റിയം. 64-ാമത് ചോദ്യം, മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവകം ഏതാണ്? മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ. 65-ാമത്തെ ചോദ്യം, തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? ഉത്തരം ഓപ്ഷൻ ഡി മഗ്നീഷ്യം. 66-ാമത്തെ ചോദ്യം, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ ബി വൈറസ്. 67-ാമത് ചോദ്യം, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23-ൻ്റെ പ്രാധാന്യം എന്താണ്? അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. ലോക കണ്ടൽ ദിനം ജൂലൈ 26-നാണ്. ലോക ജലദിനം മാർച്ച് 22-നാണ്. ലോക കടലാമ ദിനം ജൂൺ 16-നാണ്. 68-ാമത് ചോദ്യം, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വയോമധുരം. 69-ാമത് ചോദ്യം, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. 70-ാമത് ചോദ്യം, കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം. 71-ാമത് ചോദ്യം, ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഖരം. 72-ാമത് ചോദ്യം, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഊർജം. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് ജൂളാണ്.
73-ാമത് ചോദ്യം, ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, രാസഫലം. 74-ാമത് ചോദ്യം, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 1.62 മീറ്റർ/സെക്കൻഡ്². 75-ാമത് ചോദ്യം, ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ, ജെ തോംസൺ. 76-ാമത് ചോദ്യം, ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഉത്തരം ഓപ്ഷൻ സി, ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 77-ാമത് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ദൂരം, വേഗം, പ്രവേഗം, സമയം. സദിശ അളവിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ്, പ്രവേഗമാണ് സദിശ അളവ്. ബാക്കിയെല്ലാം അദിശ അളവുകളാണ്. 78-ാമത് ചോദ്യം, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ടാർട്രസിൻ. 79-ാമത് ചോദ്യം, ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഉത്തരം ഓപ്ഷൻ ബി, സിങ്ക്. സിങ്കിൻ്റെ മറ്റൊരു അയിരാണ് സിങ്ക് ബ്ലെൻഡ്. 80-ാമത് ചോദ്യം, ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പൊട്ടാസ്യം. കാൽസ്യത്തിൻ്റേത് Ca എന്നാണ്, കാഡ്മിയത്തിൻ്റേത് Cd, സോഡിയത്തിൻ്റേത് Na. ആദ്യത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ചട്ടമ്പിസ്വാമികൾ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, പ്ലാനിംഗ് കമ്മീഷൻ. മൂന്നാമത്തെ ചോദ്യം, 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ബീഗം ഹസ്രത്ത് മഹൽ. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? താഴെ പറയുന്നതിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഞ്ചാമത്തെ ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബ്ലാക്ക് ബോണസ്. ആറാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? ഉത്തരം ഓപ്ഷൻ ഡി, 48 മണിക്കൂർ. ഏഴാമത്തെ ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, വിദ്യാപോഷിണി. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ എ, 140. ഒൻപതാമത്തെ ചോദ്യം, സ്വതന്ത്ര സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? സ്വതന്ത്ര സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, CP ഗോവിന്ദപിള്ള. പത്താമത്തെ ചോദ്യം, മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ചാന്നാർ ലഹള. ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 1859 ജനുവരി 4-ലാണ് ചാന്നാർ ലഹള ആരംഭിച്ചത്. 11ാമത് ചോദ്യം, താഴെ പറയുന്നതിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, തലക്കൽ ചന്തു.
12ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും കൊടുക്കേണ്ട പിഴ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 250 രൂപ. 13ാമത്തെ ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 14ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ലാലാ ലജ്പത് റായ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഉത്തരം ഓപ്ഷൻ ഡി, രാഷ്ട്രപതി. 16ാമത്തെ ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ലാഹോർ. 17ാമത്തെ ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 18ാമത് ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടി. 19ാമത് ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. 2, സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ്. 20ാമത് ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. 21ാമത് ചോദ്യം, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. 22ാമത്തെ ചോദ്യം, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ, GATT, ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്സ്. 23ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഉത്തരം ഓപ്ഷൻ സി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി, അമേരിക്ക. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഡെറാഡൂൺ. 26ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. 27ാമത് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കുറിഞ്ഞിമല. 28ാമത് ചോദ്യം, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മേടം 1.
29-ാമത്തെ ചോദ്യം, നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ലാറ്ററൈറ്റ് മണ്ണ്. 30-ാമത്തെ ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മുംബൈ. 31-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കല്ലടയാർ. 32-ാമത്തെ ചോദ്യം, മലനാടില്ലാത്ത ജില്ല ഏതാണ്? മലനാടില്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആലപ്പുഴ. 33-ാമത്തെ ചോദ്യം, പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. ഉത്തരം ഓപ്ഷൻ എ, 2235 ചതുരശ്ര കിലോമീറ്റർ. 34-ാമത്തെ ചോദ്യം, പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, NH 544. 35-ാമത്തെ ചോദ്യം, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. 36-ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാൽബൈശാഖി. 37-ാമത്തെ ചോദ്യം, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ സി, പൂക്കോട്ട് തടാകം. 38-ാമത്തെ ചോദ്യം, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ജസ്പ. 39-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? ഉത്തരം സജി ചെറിയാൻ. 41-ാമത്തെ ചോദ്യം, തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി, 10%. 43-ാമത്തെ ചോദ്യം, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. ഉത്തരം ഓപ്ഷൻ എ, സ്വരാജ് ട്രോഫി. 44-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948-ലാണ്. അത് ശരിയാണ്. 2. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റുവാണ്. അത് തെറ്റാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15-ന് നിലവിൽ വന്നു. അതും തെറ്റാണ്. 1950 മാർച്ച് 15-നാണ് നിലവിൽ വന്നത്. 4. M.N. റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 45-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. അത് ശരിയാണ്. 2. 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 3. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതും ശരിയാണ്. 4. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. 2ാം പഞ്ചവത്സര പദ്ധതി ശരിയാണ്, സ്ഥിര വികസനത്തിനായിരുന്നു ഊന്നൽ നൽകിയത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 46-ാമത്തെ ചോദ്യം, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ. 47-ാമത്തെ ചോദ്യം, പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇംഗ്ലണ്ട്.
48ാമത് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഉത്തരം ഓപ്ഷൻ ഡി, ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. 49ാമത് ചോദ്യം, ആരുടെ നോവലാണ് വല്ലി? ഉത്തരം ഓപ്ഷൻ ഡി, ഷീല ടോമി. 50ാമത് ചോദ്യം, 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്നവയൊന്നും അല്ല. ഉത്തരം വരുന്നത് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയി. 2024 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നടന്നിട്ടുള്ളത്. അതിലെ വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. 41ാമത് ചോദ്യം, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കർണാടക. 52ാമത് ചോദ്യം, ശരിയായത് കണ്ടെത്തുക. 1 ജിമ്മി ജോർജ് വോളിബോൾ, അത് ശരിയാണ്. പ്രീജ ശീധരൻ നീന്തൽ എന്നാണ് തന്നിട്ടുള്ളത്. അത്ലറ്റ്, അതായത് റണ്ണിംഗ് ആണ് അവരുടെ കായിക ഇനം. 3 ബോബി അലോഷ്യസ് ഹൈ ജമ്പ്. ചിത്ര കെ സോമൻ അത്ലറ്റ്, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. 53ാമത് ചോദ്യം, കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപടഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സസ്യങ്ങളിൽ പൂഞ്ഞിട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ ഫലമായിട്ട് മാറുന്നു. തന്നിരിക്കുന്നത് ആപ്പിള്, മാങ്ങ, കശുമാങ്ങ, സഫർജല്. ഇതിൽ കപടഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, മാങ്ങ. ബാക്കിയൊക്കെ കപടഫലങ്ങളാണ്. 54ാമത് ചോദ്യം, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മാംസബുക്ക്. 55ാമത് ചോദ്യം, ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം ഡി. സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ജീവകം ഡി ലഭിക്കും. 56ാമത് ചോദ്യം, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ചർവണകം. 57ാമത് ചോദ്യം, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇരവികുളം. 58ാമത് ചോദ്യം, താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ഏതാണ്? താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ടോക്കോഫെറോൾ. 59ാമത് ചോദ്യം, മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏതു ഗുണം പരിശോധിക്കാനാണ്? മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏതു ഗുണം പരിശോധിക്കാനാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. 60ാമത് ചോദ്യം, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി, വെളുപ്പ്. 61ാമത് ചോദ്യം, നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏത്? നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. 62ാമത് ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, 5. 63ാമത് ചോദ്യം, സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ: 1. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്, അത് ശരിയാണ്. 2. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും, അതും ശരിയാണ്. 3. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും, അത് തെറ്റാണ്. പ്രതിബിംബം നിവർന്നതും മിഥ്യയുമായിരിക്കും. ശരിയായ പ്രസ്താവനകളാണ്
കണ്ടെത്താൻ പറഞ്ഞത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 64ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. അത് ശരിയാണ്. 2. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അതും ശരിയാണ്. 3. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. അത് തെറ്റാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനമാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 65ാമത്തെ ചോദ്യം, 2021 ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? 2021 ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ സി വാലി ഫങ്ക്. 66ാമത്തെ ചോദ്യം, ഗാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമിഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഗാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമിഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഓപ്ഷൻ എ വ്യാഴം. 67ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുക്? ഉത്തരം ഓപ്ഷൻ എ പെൺ ഏഡീസ്. അത് വൈറസ് രോഗമാണ്. 68ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്. O നെഗറ്റീവ് ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത്. 69ാമത്തെ ചോദ്യം, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏതു പോഷകത്തിന്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏതു പോഷകത്തിന്റെ കുറവ് മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ കെ. 70ാമത്തെ ചോദ്യം, നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഉത്തരം ഓപ്ഷൻ ബി എയ്ഡ്സ്. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി കോളറ. 72ാമത്തെ ചോദ്യം, കണ്ണിൻ്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണിൻ്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കോർണിയ. 73ാമത്തെ ചോദ്യം, ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? തന്നിരിക്കുന്നത് മുഖക്കുരു, വർദ്ധിച്ച ആക്രമണാത്മകത, മാനസിക ചാഞ്ചാട്ടം. ഇതെല്ലാം ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തതെല്ലാം. 74ാമത്തെ ചോദ്യം, അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച. ഉത്തരം ഓപ്ഷൻ ബി അർബുദം. 75ാമത്തെ ചോദ്യം, വിളർച്ച അതായത് അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പ്. 76ാമത്തെ ചോദ്യം, കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 2008. 77ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ എയുടെ കുറവ്. 78ാമത്തെ ചോദ്യം, കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി. 79ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കേരളം. 80ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എത്രയാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ BMI എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 18.5 മുതൽ 24.9 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.